ഫ്രണ്ട്സ്, പ്രൈസ് ഗോഡ്. മക്കളെ സുഖമല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എടുക്കാൻ കള. ഇന്ന് സിസ്റ്റർ നിങ്ങളോട് സംസാരിക്കുന്നത് ജീവിത വിജയത്തിൻ്റെ രഹസ്യത്തെ പറ്റിയാണ്. ഓക്കെ, ആ വലിയൊരു രഹസ്യം, വിജയിക്കാനുള്ള ഒരു രഹസ്യവുമായിട്ടാണ് സിസ്റ്റർ ഇന്ന് നിങ്ങളടുത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കഥയിലൂടെ നമുക്ക് തുടങ്ങാം. പണ്ട് ഒരു കുട്ടിയുണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞിക്കുട്ടൻ. ഓക്കെ, അവൻ്റെ പേരാണ് രാമു. ഓക്കെ, എന്താ പേര്? രാമു. ഈ രാമുവിന് ഒരു ആഗ്രഹം, വിജയിക്കണം, തോക്കാൻ പാടില്ല. തോക്കുമ്പോൾ എന്നാ മറ്റുള്ളവർ കളിയാക്കും, കുറ്റപ്പെടുത്തും, ചോദ്യം ചെയ്യും, നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തും. അതൊന്നും ചെക്കന് ഇഷ്ടമില്ല. അവന് വിജയിക്കണം, സമ്മാനം കിട്ടണം, കയ്യടി കിട്ടണം, തലോടൽ കിട്ടണം. അതാണ് കുഞ്ഞിൻ്റെ ആഗ്രഹം. അപ്പോൾ അവൻ ഈ ആഗ്രഹത്തോടു കൂടി അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുക, അമ്മേ എപ്പോഴും വിജയിക്കാൻ എന്താ ചെയ്യണ്ടേ? എപ്പോഴും വിജയിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ അമ്മ പറഞ്ഞു, നീ സ്കൂളിൽ പോകണം, ട്യൂഷൻ പഠിക്കണം, ഓക്കെ, മടി പിടിച്ച് വീട്ടിലിരിക്കാൻ പാടില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നീ വിജയിക്കും. ഓക്കെ, പക്ഷേ കുഞ്ഞിന് അത്ര തൃപ്തി വന്നില്ല. ഓക്കെ, അങ്ങ് സംതൃപ്തി വന്നില്ല. അവനെ ഇതിനെക്കാട്ടിലൊരു ബെറ്റർ ആൻസർ പപ്പയോട് ചോദിക്കാം. അങ്ങനെ അവൻ സന്ധ്യ ആയപ്പോൾ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നു. അപ്പോൾ അപ്പയോട് ചോദിക്കും, അപ്പ എപ്പോഴും വിജയിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം പറയും, നീ ന്യൂസ് കേൾക്കണം, ഓക്കെ, പൊതു കാര്യങ്ങളൊക്കെ അറിയണം, ന്യൂസ് പേപ്പർ വായിക്കണം, ഇംഗ്ലീഷ് വായിക്കണം, മലയാളം വായിക്കണം, പിന്നെ അലസത പിടിച്ചിരിക്കാൻ പാടില്ല, നീ വലുതാകുമ്പോൾ വലിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ഡ്രഗ്സ് എടുക്കാൻ പാടില്ല, മൊബൈൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പൻ പറയും. ചെക്കന് വീണ്ടും അത്ര സംതൃപ്തി വന്നില്ല. അവന് ഓക്കെ ആയില്ല. അവൻ വീണ്ടും ആലോചിക്കും, ഇനി ആരടുത്ത് ചോദിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവന് ഒരു കാര്യം മനസ്സിലാവും, അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടീച്ചർ സ്കൂളിലുണ്ട്, ടീച്ചറിൻ്റെ അടുത്ത് പോയി ചോദിക്കാം. അങ്ങനെ രാമു അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ ആ ടീച്ചറിനെ ഒറ്റയ്ക്ക് കാണും. അപ്പോൾ ആ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കും, ടീച്ചർ, ഞാൻ വിജയിക്കാൻ വേണ്ടി, എപ്പോഴും വിജയിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? അപ്പോൾ ഈ ടീച്ചർ ചോദിക്കും, നീ ഈ ചോദ്യം ആരോടെങ്കിലും ചോദിച്ചോ? അപ്പോൾ അവൻ പറയും, ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇങ്ങനെ ലാലല ലലില ഒരു ഉത്തരം തന്നു. പപ്പയോട് ചോദിച്ചു, പപ്പയും പറഞ്ഞു എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കും. അപ്പോൾ ടീച്ചർ ഒന്ന് സൈലൻ്റായിട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് പറയും, എൻ്റെ മോനെ, വിജയിക്കാനുള്ള രഹസ്യം നീ ഒരിടത്തും പോകണ്ട, നിൻ്റെ ഉള്ളിലേക്ക് പോയാൽ മതി. ഓക്കെ, വിജയിക്കാനുള്ള ആ രഹസ്യങ്ങളുടെ കലവറ നിൻ്റെ ഉള്ളിലാണ്. നീ ഉള്ളിലേക്ക് യാത്ര ചെയ്യുക, നമ്മൾ വിജയിക്കും. ഇതാണ് ടീച്ചറിൻ്റെ ഉത്തരം. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ശരിക്കും വിജയത്തിൻ്റെ രഹസ്യം. വിജയം എന്ന് പറയുമ്പം എപ്പോഴും അവാർഡും സമ്മാനവും കയ്യടി മാത്രമല്ല, നമുക്കൊരു സംതൃപ്തിയില്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഹാപ്പിയാണ്. ആ ഒരു ലെവലിലേക്ക്, റേഞ്ചിലേക്ക് വളരാൻ നമ്മുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യണം. പുറത്തിങ്ങനെ പരുതി ഭയങ്കര എൻഗേജ്മെൻറ്റ്, ഭയങ്കര ബിസി ലൈഫായിട്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ചൊക്കെ സൈലൻ്റായി നമ്മുടെ ഉള്ളിലേക്കൊന്ന് യാത്ര ചെയ്ത് സൂപ്പറായിരിക്കും. അതാണ് യോഹന്നാൻ 1:4 പറയുന്നത്. അതിൽ പറയുന്നത് എങ്ങനെയാണ്? പ്രിയമക്കളെ, യോഹന്നാൻ പറയുന്നതാണ്, പ്രിയമക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, വ്യാജ പ്രവാചകന്മാരെ നിങ്ങൾ കീഴടക്കിയിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എന്താ? നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഓക്കെ, അപ്പോൾ വിജയരഹസ്യം ഉള്ളിലേക്ക്, നമ്മിലേക്കൊരു യാത്ര. അങ്ങനെ ഒരു യാത്ര ചെയ്ത് ജീവിതം വിജയിപ്പിക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞേട്ടെ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പാണ് 7+7+7. എന്താ? 7+7+7. അതാണ് അതിൻ്റെ കോഡ്. എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ഒരു സ്പെഷ്യൽ മന്ത്രയാണ്, ഒരു സ്പെഷ്യലാണ്, വേറെ ഒരിടവും കിട്ടത്തില്ല. സിസ്റ്റർ പ്രത്യേകം കാച്ചി കുറുക്കിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പം എന്താ ഒന്നാമത്തെ ടിപ്പ്? 7+7+7. ഒന്നാമത്തെ 7 എന്ന് പറയുമ്പോൾ ഒരു ദിവസം 7 തവണ ദൈവത്തിന് നന്ദി പറയാം. ഓക്കെ, നന്ദി പറയുമ്പോൾ ഓരോ തുള്ളി എന്ന് വെച്ചാൽ ചെറിയ ലെവലിൽ ഒരു ഡോസ് ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മുടെ വചനത്തിൽ ആദ്യം നമുക്ക് ബൈബിളിലെ ചില വചനങ്ങളിലൂടെ കടന്നു പോകാം. ഈ നന്ദി പറയുന്നതിൻ്റെ ഒരു രഹസ്യം നമുക്ക് സങ്കീർത്തനം 104. ഓക്കെ, നന്ദിയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വചനം 104. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ക്ലിയർ അല്ലേ?
അല്ലേ? നന്ദി പറയുവിൻ, വാഴ്ത്തുവിൻ, സ്തുതിക്കുവിൻ, ആരാധിക്കുവിൻ. അതാണ് നമ്മുടെ പ്രഥമമായ ധർമ്മം. ഓക്കെ, ഇനി സങ്കീർത്തനം 90:14. ഓക്കെ, സങ്കീർത്തനം 90:14. അതിൽ പറയുന്നത്, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ. ഓക്കെ, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ എന്നാ ചെയ്യും? നമ്മളിങ്ങനെ സന്തോഷിച്ച് ഉല്ലസിക്കും. ഇനി ഒരു വചനം കൂടി നമുക്ക് പഠിക്കാം. 1 തെസ്സലോനിക്ക 5:18. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എല്ലാ കാര്യത്തിലും നന്ദി പറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങി നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് ഉണരുമല്ലോ, പല്ല് തേക്കാൻ പോണതിന് മുമ്പ് ബെഡിലിരുന്ന് തന്നെ എൻ്റെ ഈശോയെ താങ്ക് ഗോഡ്. ഓക്കെ, ശ്വാസമുണ്ട്, ഇന്ന് ഈ സുപ്രഭാതം കാണിച്ചു തന്നതിന് താങ്ക്സ്. ഈശോയ്ക്ക് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്ത് എണീക്കുന്നു. ഓക്കെ, ഇനി അടുത്തന്നെ നമ്മൾ പല്ല് തേക്കാൻ പോകുന്നു. ഓക്കെ, ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ തന്നെ കാണുമ്പോൾ ഈ സുന്ദരമായിട്ടുള്ള ശരീരം, ഈ സുന്ദരമായിട്ട് എന്നെ സൃഷ്ടിച്ചതിന് താങ്ക്സ്. ഓക്കെ, നന്ദി പറയാം. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മളെക്കാൾ മുമ്പ് എണീറ്റ് ഈ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി തന്ന അമ്മയെ ഓർത്ത് ദൈവമേ താങ്ക് യു, അമ്മയെ തന്നതിനും താങ്ക് യു, നല്ല ഭക്ഷണം തന്നതിനും താങ്ക് യു, നന്ദി പറയാം. സ്കൂളിലേക്ക് പോയി ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അല്ലേ നമ്മൾ ഒരുങ്ങുമ്പോൾ പറയണം ഈ നല്ല ഡ്രസ്സൊക്കെ തന്നതിന് താങ്ക്സ്. നടന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ പറയണം താങ്ക്സ്. ദൈവം എന്തുമാത്രം പല സ്കൂളുകളുണ്ട്, എൻ്റെ പപ്പയും അമ്മ എന്നെ ബെസ്റ്റ് സ്കൂളിലാണ് പറഞ്ഞു വിടുന്നത്, താങ്ക് യു. യാത്ര ചെയ്യുമ്പോൾ ഈ വണ്ടി വാഹനങ്ങൾ തന്നതിന് താങ്ക്സ്. ഇങ്ങനെ പറഞ്ഞാൽ താങ്ക്സ് 7 ഒതുങ്ങുമോ? ഇല്ല, 1000 താങ്ക്സ് പറയാൻ പറ്റും. അങ്ങനെ ഏറ്റവും മിനിമം 7 കാര്യങ്ങൾക്ക് നന്ദി പറയണം. ഇത് നമ്മൾ ചൊല്ലി വരുമ്പോഴാണ് നമ്മുടെ സൈക്കോളജി പറയുന്നത് ഒരു 21 ദിവസം ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ പിന്നെ നമ്മുടെ ശീലമാകും. ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി മൊബൈലിൽ നോട്ടിഫിക്കേഷൻ തരുന്നത് പോലെ അത് അപ്ഡേഷൻ തന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് കാലം മക്കൾ 2 ആഴ്ച ഒന്ന് കട്ടയ്ക്കൊന്ന് ശ്രമിച്ച് നോക്ക്, പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഓക്കെ, ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ 7 തവണ ഒരു ദിവസം ദൈവത്തിന് നന്ദി പറയണം. ഓക്കെ, മിനിമം. അടുത്ത അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ അഭിനന്ദിക്കാം. ഓക്കെ, നല്ലത് കൊള്ളാം, നന്നായി വരും, നല്ലതേ വരും, ശരിയാകും, പിന്നല്ല, നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു, ഇതൊക്കെ നിസ്സാരം, ശരിയാകും കൂട്ടാ, ഇങ്ങനെ പറഞ്ഞ അപ്രീസിയേഷൻ, നന്ദിയുടെ വാക്കുകൾ പറയണം. ഓക്കെ, അപ്പോൾ പ്രിയ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് ഇത്. അപ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം ചെയ്താലും വലിയ തോതിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാവോ? കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അത് അർഹിക്കുന്നതിലപ്പുറം കുറ്റപ്പെടുത്തും. ഓക്കെ, അവരെ മാനം കെടുത്തും. മാതാപിതാക്കൾ ഓർക്കണം, അവർക്ക് ഒരു അന്തസ്സുണ്ട്, ഒരു അഭിമാനമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, നമുക്ക് മാത്രമല്ല അവർക്കും ഉണ്ട്. അവരെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഓക്കെ, പലപ്പോഴും ഒക്കെ നമ്മുടെ ഇടപെടലിൽ ആ ബഹുമാനവും അവരെ അംഗീകരിക്കുന്നത് കുറഞ്ഞു പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചെറിയ കുറ്റങ്ങൾക്ക് കൂടുതൽ കറക്ഷൻ കൊടുത്താൽ അവർ തർക്കുത്തരം പറയുന്നവരായി മാറും. നമുക്ക് എന്താണോ ഇഷ്ടമല്ല അത് ചെയ്യുന്നതിൽ അവർ സന്തോഷിക്കും. വേണോ? ഓക്കെ, അപ്പം നമുക്ക് വേണ്ട. അപ്പോൾ തിരിച്ച് അവർ ചെറിയ കാര്യം ചെയ്താൽ വലിയ തോതിൽ അഭിനന്ദിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പറയുകയാണ് മക്കളെ, അമ്മയ്ക്കിന്ന് വയ്യടാ കൂട്ടാ, ഒന്ന് മുറ്റം വൃത്തിയാക്കിയിടോ, ഒന്നൊക്കെ ചപ്പും ചവറും അല്ലെങ്കിൽ ഇലകളൊക്കെ വീണൊന്ന് നന്നായിട്ട് കിടപ്പില്ല, മോളൊന്ന് തൂത്തിടുവോ, നമ്മൾ സോപ്പിട്ട് അവർ തൂത്തുവെന്ന് വിചാരിക്കുക. അടുത്ത് ചെയ്യുന്നത് കൊള്ളാം എന്ന് പറഞ്ഞ് നമുക്ക് പോവാം, ലാഘവത്തോടെ പോവാം. അല്ലെങ്കിൽ നമ്മൾ അത് മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ വേറെ തിരക്കിലേർപ്പെട്ട് നമ്മളങ്ങ് ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ ആകരുത്. നമ്മൾ പർപ്പസ്ഫുള്ളി മണു നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ടല്ലോ, ഇപ്പോൾ ടൈൽസ് നമ്മളവർ തുടച്ചിട്ടു, മക്കളെ കണ്ണാടി പോലെ തിളങ്ങുന്നത് കണ്ടോ, അമ്മ വൃത്തിയാക്കുന്നതിനെക്കാട്ടിൽ എന്ത് സൗന്ദര്യമുണ്ട്. ശരിക്കും അത്ര വൃത്തി വന്ന് കാണില്ല, എങ്കിലും നമ്മൾ കുട്ടികളോട് പറയുന്നു, മക്കളെ നന്നായിട്ടുണ്ട്, അമ്മയ്ക്ക് ഇന്ന് ആശ്വാസമായി. അല്ലെങ്കിൽ വൃത്തികേട് കാണുമ്പോഴേ അമ്മയ്ക്ക് ശരിയാവത്തില്ല, ഒരു സ്വസ്ഥത വരത്തില്ല. കണ്ടോ എന്ത് രസം, ഒരു അഭിനന്ദനം. ഇനി ഇത് പറയാം. രണ്ടാമത്തെ അഭിനന്ദനം എന്നാൽ ഇത് കുഞ്ഞാണ്, എനിക്ക് വിചാരിക്കുക സിസ്റ്ററിൻ്റെ കൊച്ചാണ്. അപ്പം ഞാൻ അടുത്ത് പോയി ഇരുന്നിട്ട് പറയും, മോനെ കണ്ടാ ഇതെന്ത് നല്ല ഭംഗിയാണ്, അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാകോ, എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ, എന്ത് സുന്ദരമായിട്ട്. ഒരു ചക്കര ഉമ്മയും ഒരു ചേർത്ത് പിടിക്കലും ചെയ്യുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഇമോഷൻസ് എന്തായിരിക്കും?
എൻ്റെ ഇമോഷൻസ് അമ്മയുടെ ഇമോഷൻസും കുഞ്ഞിൻ്റെ ഇമോഷൻ ഭയങ്കര കണക്ഷനാവും. എന്ത് ചെയ്താലും അമ്മ അഭിനന്ദിക്കും, അമ്മയുടെ അടുത്ത് എന്തും പറയാം, സഹായിക്കാനുള്ള ഒരു ആവേശം കുഞ്ഞിനുണ്ടാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാശ് കൊടുത്ത് സ്നേഹിക്കരുത് കേട്ടോ. തൂത്ത് തുടച്ചു, ആ മകളെ ഇതാ 50 രൂപ ഇരിക്കട്ടെ, പോയി മോന് ഇഷ്ടമുള്ള സാധനം വാങ്ങി കഴിച്ചാൽ, അങ്ങനെ ചെയ്യരുത്. അവസാനം അത് നല്ലതാണ്, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം കൂടും. അവസാനം വരും കാശ് തന്നാൽ തുടച്ചിടാം. നിങ്ങൾ ഇത്രയും ഞാൻ ചെയ്തല്ലേ, മര്യാദയ്ക്ക് കാശ് താ. അവർക്ക് ഇതെവിടെ നിന്ന് വരുന്നെന്നോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നോ അറിയണ്ട, എനിക്ക് കിട്ടിയാൽ മതി. അതുകൊണ്ട് കാശ് കൊടുത്ത് നിങ്ങൾ അപ്രീസിയേഷൻ ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കരുത് ദയവ് ചെയ്ത്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ബാക്കി കൊള്ളാം, നല്ലത്, തൊടുക. നിങ്ങൾക്കറിയാവോ, ഒരു ടച്ച് ഈക്വൽ ടു 1000 വേർഡ്സ് ആണ്. ഒരു ചേർത്ത് പിടിക്കൽ, ഒരു തട്ടൽ, തലോടലിന് ഇഫക്റ്റീവ്നെസ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, അത് ഹസ്ബൻഡും വൈഫ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ എണ്ണി പറക്കിയെടുത്ത് പറയണം, കണ്ണിൽ നോക്കി പറയണം, ചേർത്ത് പിടിച്ച് പറയണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവരുടെ ഹൃദയത്തിൽ നമ്മൾ ഭയങ്കര സ്പെഷ്യലായിട്ട് മാറും. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് കൊടുത്തു നോക്കിക്കേ, അവർ പപ്പ അമ്മ വീട്ടിൽ പോകണം, അമ്മയുടെ അടുത്ത് പോകണം, കഥ പറയണം, ആവേശം കൂടും. അല്ലെങ്കിൽ അവർ വേറെ പ്രാന്തപ്രദേശങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഫസ്റ്റ് 7 എന്താ? എൻ്റെ ദൈവമേ താങ്ക്സ്. രണ്ടാമത്തെ തന്നെ കൊള്ളാം, നല്ലത്, മിടുക്കൻ, നന്നായി വരും. ഓക്കെ, പ്രോത്സാഹനം, അപ്രീസിയേഷൻ. അടുത്ത 7 ഓക്കെ, പ്രാണായാമ. പ്രാണായാമ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസം നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വചനത്തിലോട്ട് ആദ്യം പോവാം. സങ്കീർത്തനം 104 എടുത്ത് 104:30. ഓക്കെ, അതിൽ പറയുന്നത്, അങ്ങയുടെ ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമി നവീകരിക്കുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. ശ്വാസം. ഇനി നമ്മൾ ഏറ്റവും ആദ്യത്തെ പുസ്തകം ഏതാ? ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി. 2:7 പറയുന്നത് എങ്ങനെ? ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അല്ലേ? ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ദൈവികമായിട്ട് ഒരു കണക്റ്റഡ് ആവുകയാണ്. നമ്മുടെ ശരീരവും നമ്മുടെ സിസ്റ്റവുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഈ പ്രാണായാമയുടെയൊക്കെ ഗുണം, നമ്മുടെ ശരീരത്തിൽ മനസ്സുണ്ട്, ആത്മാവുണ്ട്. അല്ലേ? ഒരു സിസ്റ്റത്തിൻ്റെ 2 ഭാഗങ്ങളാണ് ശരീരവും മനസ്സും. ഒരു അത്ഭുതകരമായ കൂട്ടുകെട്ടാണ് ഇവർ 2 പേരും തമ്മിൽ. സാധാരണ പറയാറുണ്ട്, ശരീരത്തിലെ ശ്വാസവും മസിലും കണക്ട് ചെയ്തിരിക്കുന്നത് മനസ്സിൻ്റെ വികാരങ്ങളും വിചാരങ്ങളുമായിട്ടാണ്. അതായത് ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഫീലിങ്സ് ഷേപ്പ് ആ മസിൽസ്. ഓക്കെ, അപ്പോൾ ഭയങ്കര കണക്ഷനാണ്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ സിസ്റ്റർ ഒരു പരീക്ഷ എഴുതുവാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം. ഇങ്ങനെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സിസ്റ്ററിൻ്റെ ഓഫീസിലെ ഒരു സാറ് വിളിച്ചിട്ട് ഒരു കോൾ വന്നായിരുന്നു. എനിക്ക് വേണ്ടി എന്നോട് പറയാണ്, സിസ്റ്ററിൻ്റെ പപ്പ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, 108 വിളിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. 2 സെൻറ്റൻസ്. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ഭയങ്കര ഷോക്കിംഗ് ആയതുകൊണ്ടോ ചിലപ്പോൾ ഞാൻ തലകറങ്ങി വീഴും. കാരണം എൻ്റെ ശരീരത്തിന് ഇത്രമാത്രം ഒരു വെയിറ്റുള്ള ന്യൂസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ശരീരം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ തലകറങ്ങി വീഴുന്നു. അല്ലെങ്കിൽ എൻ്റെ കൈയൊക്കെ തണുക്കുന്നു, പിന്നെ ടെൻഷനായി, കൈ മൂവ് ചെയ്യുന്നില്ല, പഠിച്ചതെല്ലാം മറക്കുന്നു, ബ്ലാങ്കായി മാറുന്നു. എന്നാ കേട്ടു, അത് ശരീരത്തിൻ്റെ ആ മെസ്സേജ്, ആ വന്ന മെസ്സേജ് എൻ്റെ ശരീരം അത് കോപ്പപ്പ് ചെയ്യുന്നു. രണ്ടാമത്തത്, മേ ബി മക്കൾ പിക്നിക്കിന് പോകുമല്ലോ. പിക്നിക്കിന് പോകുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഒരു ഫോൺ കോൾ, സുഖാന്വേഷണത്തിലേക്ക് ഉണ്ടെന്ന്, അമ്മയുടെ സൗണ്ട് ഭയങ്കര കരച്ചിലിൻ്റെ സങ്കടത്തിൻ്റെയാണ്. പപ്പ അതുപോലെ വന്ന് കുടിച്ച് ബഹളം വയ്ക്കുവാണ്. നമുക്ക് പിക്നിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എത്ര നല്ല റിസോർട്ട് പ്ലേസിൽ നല്ല ബിരിയാണി മുന്നിൽ തന്നാലും മനസ്സ് പോകുന്നത് വീട്ടിലിപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അച്ഛൻ എന്തെങ്കിലും അമ്മയെ ചെയ്യോ, ഉപദ്രവിക്കുകയോ, അവിടെ എന്താ നടക്കുന്നത്, ആ ടെൻഷൻ ഉണ്ടോ? ശരീരവും മനസ്സും ഭയങ്കര കണക്റ്റാണ്. അപ്പോൾ ഈ പ്രാണായാമ ചെയ്യുന്നതിൻ്റെ മെച്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം, നാഡീ സിസ്റ്റത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നു. ഓക്കെ,
രണ്ടാമത് നമ്മൾ ശ്വാസം ആ പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ നമ്മുടെ എനർജി ലെവലിൽ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തുന്നു, മെച്ചപ്പെടുത്തുന്നു. നമ്മുടെ ഇമോഷൻസ് കുറച്ചുകൂടി ബാലൻസ്ഡ് ആക്കുന്നു, ആത്മീയ ബോധം തരുന്നു. ഇങ്ങനെ പല പല ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതെന്നാ, ഒരു ദിവസം 7 തവണ. ഓക്കെ, അപ്പോൾ ശ്വാസം എടുക്കുന്നതിന് നമ്മുടെ ഉള്ളിൽ നിന്ന് മൂക്കിലൂടെ 1 to 5 കൗണ്ട്സ്, അതായത് 1 2 3 4 5. അപ്പോൾ ആ കൗണ്ടിൽ നമ്മൾ ശ്വാസം എടുക്കുന്നു, മൂക്കിലൂടെ എടുക്കുന്നു. നമ്മൾ അടുത്ത 5 കൗണ്ട്സിൽ ശ്വാസം പിടിച്ചു നിർത്തുന്നു, അടുത്ത 5 കൗണ്ട്സിൽ പതിയെ വായിലൂടെ നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചെയ്യാം. ചെയ്യില്ല എല്ലാവരും? ഓക്കെ, അപ്പം നല്ല എന്നിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഇരുന്നോ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഓക്കെ, ഇനി വേണമെങ്കിൽ സിസ്റ്റർ കൈ വയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഒരിക്കൽ കൂടെ. ഓക്കെ, ഇതുപോലെ ഒരു 7 തവണ. ഇനി നിങ്ങൾ കുഞ്ഞുമക്കളൊക്കെ ഒരു കോമ്പറ്റീഷന് പോവുകയാണ്, ഒരു പരീക്ഷയ്ക്ക് പോവുകയാണ്, ഒരു സ്റ്റേജ് പ്രോഗ്രാമുണ്ട്, വലിയവർക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, എന്നാ ചെയ്യണം, നമ്മുടെ അതനുസരിച്ച് നമ്മുടെ മുഖം ഇമോഷൻസിനനുസരിച്ച് മാറും. അപ്പോൾ എന്നാ നമ്മൾ കുറച്ചുകൂടി പ്ലസൻ്റ് ആക്കാൻ ഒരു 3-4 തവണ ചെയ്തിട്ട് ഒക്കെ നമ്മുടെ സിസ്റ്റംസൊക്കെ കുറച്ചുകൂടി റിലാക്സ് ആകും. നമ്മൾ കുറച്ച് പ്ലസൻ്റ് രീതിയിൽ നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാകും. ചെയ്യില്ല, അത് കിടലൻ ടിപ്പാണ്, ജീവിതത്തിൽ പ്രയോഗിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ പ്രാണായാമ. അപ്പോൾ 7 + 7 + 7 എന്താണ്? 7 തവണ ദൈവത്തിന് നന്ദി പറയണം. 7 തവണ ഒരു ദിവസത്തിൽ കേട്ടോ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അടുത്ത 7 തവണ നമ്മൾ പ്രാണായാമം ചെയ്യണം. ശ്വാസം നിയന്ത്രണം, ശ്വാസം വിടുന്നതൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരിക. ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ സൈലൻസ്, നിശബ്ദത. ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും, 10-15 മിനിറ്റൊക്കെ ഒന്ന് സൈലൻസ്, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, നിശബ്ദത. നിശബ്ദതയിലാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. നിശബ്ദതയിലാണ് നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നത്. ഓക്കെ, എന്താണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത്? എന്താണ്? ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. നീ ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, അപ്പം നമ്മുടെ ഉള്ളിലേക്ക് സിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ യാത്ര സാധ്യമാകണമെങ്കിൽ ഒരു സൈലൻസ് വേണം. എല്ലായിടത്തും തലയിട്ട് എൻഗേജ് ചെയ്ത് ഇൻവോൾവ് ചെയ്യുന്നതിലൂടെ കാര്യം നടക്കത്തില്ല. സൈലൻസ്, ചുമ്മാ കസേരയിൽ വെറുതെ ഇരിക്കുക, പ്രകൃതിയെ നോക്കിയിരിക്കുക, മലകളെ നോക്കിയിരിക്കുക, ആകാശം നോക്കിയിരിക്കുക, വെറുതെ 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 ഇരിക്കുക. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിലുണ്ടല്ലോ ഈ നമ്മൾ പറയില്ലേ ഈ 2K കിഡ്സ്, 80s കിഡ്സ്, 90s കിഡ്സ്. അപ്പോൾ 80s and 90s കിഡ്സിന് ഒരു സെമിനാർ നടത്തിയാൽ നമ്മൾ തരക്കേടില്ലാതെ ഇരിക്കും അല്ലേ? ഒരു അരമണിക്കൂർ കുഴപ്പമില്ല, 45 മിനിറ്റ് നമ്മൾ അങ്ങ് ഇരുന്നോളും. പക്ഷെ നിങ്ങൾ ഈ 2000-ന് ശേഷം ജനിച്ച മക്കളോട് പറഞ്ഞ് പ്രത്യേകിച്ച് ഇന്ന് 10-ലോ സ്കൂൾ ലെവലിലൊക്കെ പഠിക്കുന്ന പിള്ളേരോട് ഒരു അരമണിക്കൂർ അല്ലെ ഒരു 3/4 മണിക്കൂർ, സാധാരണ സെഷൻസ് നമ്മൾ 3/4 മണിക്കൂറല്ലേ ഇടുന്നത്, ഒന്ന് ഇരിക്കാൻ പറഞ്ഞേ അവർ അടങ്ങിയിരിക്കുക. അവർക്കൊന്നും ചെയ്യാനില്ല, എങ്കിലും അടുത്തവനെ തട്ടിയിരിക്കും, അവരുടെ മുടിയെടുത്ത് സ്പ്രിങ് ഉണ്ടാക്കി കളിക്കും, മീശ വെറുതെ ഇവിടെ ഒന്നും ചൊറിയാനൊന്നും ഒരു ഫീല് വരുന്നില്ല. പക്ഷേ എങ്കിലും ചൊറിഞ്ഞ് അപ്പുറം നോക്കി അവിടെ നോക്കി ഇരിക്കും. അവരോട് ഇപ്പം പറഞ്ഞത് എന്താ സിസ്റ്റർ, ഇപ്പം പറഞ്ഞത് എന്താ മോനെന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞേ? എനമോ ഏതോ ആ ഫീലിലായിരിക്കും മക്കളിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ നമുക്ക് ശ്രദ്ധ വേണം. ചിന്തിച്ച് നോക്കിയേ, പൂ വിടരുന്നത് നിശബ്ദതയിലാണ്, ആകാശത്തിൽ നക്ഷത്രങ്ങൾ മിന്നുന്നത് സൈലൻസിലാണ്, സൂര്യൻ പ്രകാശിക്കുന്നത് അല്ലേ, സൂര്യ ഉദയോ സൂര്യ അസ്തമയൊക്കെ സൈലൻസിലാണ്, തേനീച്ചകൾ തേന് നുകരുന്നത് സൈലൻസിലാണ്, ശ്വാസോച്ഛ്വാസം സൈലൻസിലാണ്. അപ്പോൾ വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നത് സൈലൻസിലാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം നമ്മളിലേക്ക് തന്നെ യാത്ര ചെയ്യണം, അടങ്ങിയിരിക്കണം, മിണ്ടാണ്ടിരിക്കണം. അപ്പോൾ മൊബൈലൊന്നും പാടില്ല. വളരെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ് ഈ ലോകത്ത് വന്നത്, ഈ ദൈവം എന്നെ സൃഷ്ടിച്ചതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, എന്തിനു വേണ്ടിയായിരിക്കും ഞാൻ ലോകത്തായിരിക്കണം, ഇങ്ങനെയുള്ള വലിയ വലിയ ചിന്തകളിലേക്ക് നയിക്കുന്നത് ഇത് ഒരു നിശബ്ദതയാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ സംതൃപ്തരായി അതിൽ തന്നെ മരിച്ചു പോകും. അങ്ങനെയല്ല, വലിയ കാര്യങ്ങൾ, ഉന്നതമായ ലക്ഷ്യം, ഉന്നതമായ പദ്ധതികൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടവരാണ്. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞാൽ സൈലൻസ്, നിശബ്ദത പാലിക്കുക. ഓക്കെ,
ലാസ്റ്റ് ടിപ്പ്. ഓക്കെ, ലാസ്റ്റ് എന്ന് പറയുന്നത് സേവനം. സേവനം എന്ന് വെച്ചാൽ എന്താ? ഇംഗ്ലീഷിൽ സർവീസ്. നമ്മൾ എത്രമാത്രം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്തോറും നമ്മുടെ 41 സങ്കീർത്തനം 41:1 അതിൽ പറയുന്നത്, നിങ്ങൾ ദരിദ്രരെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ കഷ്ടതയിൽ കർത്താവ് നമ്മളെ സഹായിക്കുമെന്ന്. ഓക്കെ, നമുക്ക് വായിക്കാം. ഓക്കെ, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ദരിദ്രരെ എന്ന് വെച്ചാൽ എന്താ, എനിക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്, അടുത്തിരിക്കുന്ന കുഞ്ഞിന് ഉച്ചഭക്ഷണം ഒന്നുമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാ ചെയ്യുന്നു? ഞാനത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ കാര്യത്തിൽ എന്നെക്കാട്ടിൽ ഇല്ലായ്മ അനുഭവിക്കുന്നത് കുഞ്ഞാണ്. എനിക്ക് മാത്സിന് പക്ക അറിയാം. ഓക്കെ, എനിക്കറിയാം എൻ്റെ ക്ലാസ്സിൽ ബിക്കും സിക്കും അതിൽ ഭയങ്കര പോറാണ്. എപ്പോഴും ടീച്ചേഴ്സിൻ്റെ നിന്ന് വഴക്ക് കിട്ടുന്നത് ഈ കണക്ക് ടീച്ചറിൽ നിന്നാണ്. അപ്പം ഞാൻ പോയി ചോദിക്കുന്നു, മോനെ എന്നല്ലല്ലോ, നമ്മൾ കൂട്ടുകാരൻ്റെ പേര് വിളിക്കുക. അപ്പോൾ കഥയില്ല, രാമുവിനോട് പറഞ്ഞു, രാമു ഞാനൊന്ന് സഹായിച്ചേട്ടെ, ഇതെങ്ങനെയാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത്, ഇത് എനിക്കറിയാം. നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചില്ലെങ്കിൽ ഇടിച്ചു കയറി അങ്ങോട്ട് പോയി ചെയ്യുന്നു. അങ്ങനെ പോകുന്നവന് ഡിമാൻഡ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി കണക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം പല അങ്കിളും ആൻറ്റിയും ഒക്കെ സ്പെഷ്യൽ ദിനങ്ങളിലൊക്കെ സമ്മാനം തരില്ലേ. അപ്പോൾ ആ സമ്മാനത്തിൽ നിന്ന് നമ്മൾ ഇത്തിരി സ്റ്റാൻഡേർഡുള്ള ഒരു ഡ്രസ്സ് അതില്ലാത്ത ഒരാളെ നമ്മളിങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്നു. ഓക്കെ, അത് നമ്മൾ ഒരു സന്തോഷമല്ലേ? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ്. വലിയവർക്കും അവരുടേതായിട്ടുള്ള രീതികളിൽ നമുക്കുള്ളതുപോലെ നമുക്ക് സമ്പത്ത് കൊണ്ടും വസ്ത്രം കൊണ്ടും ഭക്ഷണം കൊണ്ടും അങ്ങനെ പല രീതിയിൽ. ഇനി നല്ല മയമുള്ള വാക്കുകൾ പറയുന്നതും അവർ ഉന്മേഷഭരിതരാക്കുന്നതും സന്തോഷമാണ്. അപ്പോൾ എത്രമാത്രം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ അത്രമാത്രം ചെയ്യാം. അപ്പോൾ മാക്സിമം സേവനം ചെയ്യാനുള്ളത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺ സെറട്ടോണിനും ഓക്സിറ്റോക്സിൻ്റെ അളവ് കൂടും. അപ്പോൾ ഇതാണ് വിജയിക്കാനുള്ള രഹസ്യം. അപ്പോൾ ഇനി സിസ്റ്റർ കൺക്ലൂഡ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നിച്ച് സംസാരിച്ച് ചിന്തിച്ചത് എന്താ? ജീവിതത്തിൽ വിജയിക്കാനുള്ള രഹസ്യം. ഓക്കെ, അതിന് നമ്മൾ എല്ലായിടത്തും പോയി നമ്മൾ ഹൈലി ബിസി ആയിട്ട് നടന്നിട്ട് കാര്യമില്ല, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് കാര്യമില്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ നന്നാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഹാർട്ട് മൈൻഡ് സോള് അവിടെ ഇട്ടിട്ട് കാര്യമില്ല. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിലൂടെ സംഭവിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സമയം അടങ്ങി ഒറ്റയ്ക്ക് സൈലൻസ് ആയിട്ടിരിക്കണം. മറ്റൊരു എൻഗേജ്മെൻറ്റും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കണം. അതായത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്. ഓക്കെ, അങ്ങനെ വരണമെങ്കിൽ സിസ്റ്റർ ചെയ്യേണ്ട ഒരു 3 ടിപ്പ് പറഞ്ഞു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞ 3 ടിപ്പ്. ഒന്നാമത്തത് 7+7+7. അപ്പോൾ ആദ്യത്തെ 7 എന്താ? എല്ലാ ദിവസവും ചെയ്യേണ്ട മന്ത്രമാണ്. എണീക്കുന്നത് തുടങ്ങി ദൈവത്തിന് നന്ദി പറയണം. മിനിമം 7 തവണയെങ്കിലും നന്ദി പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ ദൈവമായിട്ട് ഒരു കണക്റ്റഡ് ആവും, ആക്ടിവേറ്റഡ് ആവും. നമ്മുടെ സിസ്റ്റമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര നല്ല ഒരു സ്ട്രോങ് ബന്ധമായിരിക്കും, ദൈവവുമായിട്ട് കണക്റ്റഡ് ആവും. അപ്പം നന്ദി പറയുക. അടുത്ത 7 അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമുക്ക് അതല്ലേ ഇഷ്ടം? മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്നത് ഇഷ്ടമുണ്ടോ? കറക്റ്റ് ചെയ്യുന്നത് ഇഷ്ടമുണ്ടോ? ഇല്ല. നമുക്ക് ആരെങ്കിലും കൈയ്യടി തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉന്മേഷമാവും. കുറച്ച് കാര്യങ്ങളും നല്ല മിടുക്കനാണ്, നീ കിടിലമാണ്, ഭയങ്കര സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റാണ് എന്ന് കേൾക്കാൻ നമുക്കിഷ്ടമാണ് അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് കേൾക്കാൻ ആഗ്രഹം നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, വാരിക്കോരി കൊടുക്കുക. ഓക്കെ, അത് തിരിച്ച് നമ്മളിലേക്ക് വരും. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യുക. ലാസ്റ്റ് 7 നമ്മുടെ സിസ്റ്റത്തേക്ക് നമ്മൾ കണക്റ്റഡ് ആകുക. പ്രാണായാമം ചെയ്യുക. 5 കൗണ്ട്സിൽ ശ്വാസം എടുക്കുക, മൂക്കിലൂടെ എടുക്കുക. 5 കൗണ്ട്സിൽ അത് പിടിച്ച് നിർത്തുക. അടുത്ത 5 കൗണ്ട്സിൽ അത് റിലീസ് ചെയ്യുക, എക്സെയിൽ ചെയ്യുക. ഓക്കെ, അത് ചെയ്യുക. അത് ഒന്നാമത്തെ ടിപ്പ്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്തായിരിക്കും? രണ്ടാമത്തേത് സിസ്റ്റർ പറഞ്ഞു സൈലൻസ്. ജീവിതത്തിൽ കുറച്ച് സമയമൊക്കെ, ഒരു ദിവസത്തിൽ കുറച്ച് സമയമൊക്കെ വെറുതെ ഇരിക്കുക. ഒക്കെ പ്രകൃതിയെ നോക്കിയിരിക്കുക. നമുക്ക് ദൈവം തന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് സൂം ചെയ്ത്, ഒന്നുമില്ലെങ്കിൽ ഒരു ഉറുമ്പ് പോവുകയാണ്, ആ ഉറുമ്പിനെ സൂക്ഷിച്ച് നിശബ്ദമായിട്ട് ഒബ്സർവ് ചെയ്ത് നമുക്കിരിക്കാം. ഓക്കെ, നമ്മളിലേക്കൊരു യാത്ര. മൂന്നാമത്തേത് സേവനം. എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഒരു മടിയില്ലാതെ ചെയ്യുക, സമയം കൊടുത്ത് ചെയ്യുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ വിജയത്തിൻ്റെ രഹസ്യം തുറക്കും. ഈ കലവറയിൽ നിന്ന് അത്ഭുതങ്ങൾ നമ്മൾ സൃഷ്ടിക്കും. ഓക്കെ,
ചെയ്യില്ലേ? നാളെ നമ്മുടെ പേര് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിലുള്ള ആൾക്കാർ അറിയണം. ഇപ്പം സിസ്റ്റർ സുനിത എന്ന് പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ സഭയിൽ എന്തായാലും ആൾക്കാർക്കറിയാം. സിസ്റ്ററിൻ്റെ നാട്ടിലുള്ളവർ ഇന്നടുത്തുള്ള സിസ്റ്ററല്ലേ, ഓക്കെ, ഇതുപോലെ എൻ്റെ പേര് പറഞ്ഞാൽ അറിയണം. സിസ്റ്ററിൻ്റെ ചെറുപ്പകാലത്തോ സിസ്റ്ററിൻ്റെ പപ്പയുടെ പേര് പറഞ്ഞാൽ അറിയാം, ഇന്നയാളുടെ മോളല്ലേ എന്ന് പറഞ്ഞാൽ. നാളെ എൻ്റെ പേരിലൂടെ എൻ്റെ പപ്പയും അമ്മയും അറിയണം. ഇന്ന് അവരുടെ അഡ്രസ്സിലാണ് ഞാൻ അറിയുന്നത്. നാളെ എൻ്റെ അഡ്രസ്സിൽ എൻ്റെ സമൂഹം, എൻ്റെ ചുറ്റുപാട്, ഈ ലോകം അറിയപ്പെടണമെങ്കിൽ മക്കളെ നമുക്ക് ഉള്ളിലേക്ക് ഒരു യാത്ര ചെയ്ത് സിസ്റ്റർ പറഞ്ഞ ടിപ്സുകളൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കിക്കോ. എല്ലാം ജീവിതം സെറ്റായി മാറും. ഈശോ അനുഗ്രഹിക്കട്ടെ.